നിൽക്കൂ. നിന്നോടൊരു കാര്യം പറയണമെന്ന് കുറച്ചു ദിവസമായി ഞാൻ വിചാരിക്കുന്നു. നീ ഒരു കൊച്ചുകുട്ടിയല്ല. ഈ വീട്ടിൽ നീ എന്നും കുട്ടിയാണ്. പക്ഷേ ആളുകളുടെ കണ്ണിൽ നീ ഒരു പ്രായം തികഞ്ഞ പെണ്ണാണ്. അഭിമാനം ഒരു പളുങ്ക് കൊട്ടാരമാണ്. ഒരു കല്ല് വീണാൽ മതി അത് മുഴുവൻ തട്ടിത്തകരാൻ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ തെറ്റുകൾ സംഭവിക്കാൻ എളുപ്പമാണ്. അതാണ് നിന്റെ പ്രായം. അതിരും വരമ്പും ഒരിക്കൽ മുറിച്ചു കടന്നാൽ കുടുംബത്തിന്റെ മാനം കളയരുത് കുട്ടി. നീ കുട്ടിക്കളി മാറാത്ത പ്രകൃതമാണ്. അതുകൊണ്ട് ബാലേട്ടൻ പറഞ്ഞതാണ്. എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. കേശുട്ടാ, ഒന്ന് പോകൂ. എന്താ ഇത്ര പരിഭ്രമിക്കാൻ? വരൂ കൊച്ചു. കേശുട്ടാ, ഒന്ന് പോകൂ. അല്പമെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ പോകൂ, പോകൂ. അമ്മ മിണ്ടിപ്പോകരുത്. കുടുംബത്തിന്റെ മാനം കെടുത്താൻ ഒരുമ്പെട്ട ഈ മൂതവി പറയട്ടെ. അർദ്ധരാത്രിക്ക് അമ്മയുടെയും ആങ്ങയുടെയും കണ്ണു തെറ്റിച്ച് കുഴഞ്ഞാടാൻ പോയിരിക്കുന്നു. നശിപ്പിക്കും. നാലാളുടെ മുമ്പിൽ തലനിവർത്തി നടക്കാനുള്ള അഭിമാനമെങ്കിലും ഉണ്ടായിരുന്നു. എല്ലാം നശിപ്പിക്കും. നിർത്തുന്നുണ്ടോ? ഇനി നടക്കാതെ കൊള്ളാൻ പോണത് വിടാനാ പറയുന്നത്. കേശു അമ്മാവന്റെ മകനാ, അന്യനല്ല. എന്നാലും മോളെ, മുറ തെറ്റി നടക്കരുത്. ബാലൻ പറഞ്ഞതാണ് കാര്യം. മോനെ, അവന്റെ മുറപ്പെണ്ണാണ് കൊച്ചമ്മണി. അവര് കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചു ചിരിച്ച് വളർന്നതാണ്. എന്ന് വെച്ച് പാതിരാക്കിവൻ പുറത്ത് കാത്തു നിൽക്കുക, ഇവൾ ഇറങ്ങിച്ചെല്ലുക. അവള് ചെയ്തത് തെറ്റാണ്. കഥയില്ലാത്ത പ്രായമല്ലേ അവന്. അവനെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം നാളെ. അമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്റെ വിഷമം. അവളോട് ഒരു കറുത്ത വാക്കുപോലും ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. അവളുടെ കണ്ണ് കലങ്ങിയാൽ എന്റെ കരൾ പിടയ്ക്കും.
ഞാനാണ് ഇതൊക്കെ ചെയ്തത്. ഞാൻ എന്നെ തന്നെ മറന്നുപോയി അമ്മ. കഴിഞ്ഞത് കഴിഞ്ഞു, അത് മറന്നുകള. അവൾ ഒരിക്കലും നിന്റെ വാക്ക് തെറ്റി നടക്കില്ല. അമ്മേ, നമുക്ക് നാളെ തന്നെ അമ്മാമനെ ചെന്ന് കാണണം. അവളും കേശവും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കണം. ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. എനിക്ക് സ്വസ്ഥത കിട്ടുകയില്ല. വേദനിച്ചോ മോൾ? ബാലേട്ടൻ ഒരുപാട് വേദനിപ്പിച്ചു ഇല്ലേ? കല്യാണം കഴിഞ്ഞ് നീ മക്കളും കുട്ടികളുമായിരിക്കുമ്പോ ബാലേട്ടൻ വന്നാൽ പച്ചവെള്ളം കൂടി തരാതെ നീ പകരം വീട്ടു അല്ലേ? കേശു സുന്ദരനാണ്, ധാരാളം സ്വത്തിന് അവകാശിയുമാണ്. സാധുക്കളായ നമ്മളെയൊക്കെ അപ്പൊ ഓർമ്മ വേണം കേട്ടോ. പൂ വരുന്ന പാമ്പ് വരോ ബാലേട്ട? പാമ്പ് വരും ഭാഗ്യ ചേച്ചി പറയേ. പിന്നെ ബാലേട്ട, ഈ പാമ്പിന്റെ തലേന്ന് മാണിക്കെടുക്കാൻ എന്താ സൂത്രം? അതിന് ഞാനെന്ത് വേണം? ബാലേട്ട, ഏട്ടനോടല്ലാതെ വേറെ ആരോട് ഞാൻ പറയാനാണ്? ബാലേട്ട, ഞാൻ മുണ്ടില്ല. ബാക്കി ചേച്ചി കടലാസിന്റെ ഒരു തോണി ഉണ്ടാക്കി തരും. ബാക്കി ചേച്ചി നീ ഒന്ന് പോകും കുട്ടി, ഉപദ്രവിക്കാതെ. ഇക്കാലത്തെ സ്ഥിതി ഇവിടെയും ഒരു പെൺകുട്ടി പ്രായം തെളിഞ്ഞിരിക്കണുണ്ടല്ലോ. ആ കാര്യം നിങ്ങൾ എന്താ ആലോചിക്കാത്തെ? അതിന് ഏട്ടനൊരു വാക്ക് പറയേണ്ട താമസേ ഉള്ളൂ. രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് ആയിക്കോട്ടെ. തന്റെ അഭിപ്രായം ചോദിച്ചില്ല, മാധവി കേൾക്കാനാ പറയണേ. ഭാഗീരഥിയുടെ കല്യാണം കഴിയട്ടെ, എന്നിട്ട് ബാക്കി കാര്യം. അതെപ്പോ വേണമെങ്കിലും ഏട്ടന് നടത്താലോ. അവളെന്ന് വെച്ചാ പ്രാണന. അവൾക്കോ ഏത് നേരം അവന്റെ കാര്യേ പറയാനുള്ളൂ. എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ഇക്കാലത്തെ ആൺകുട്ടികളുടെ മനസ്സ് അണ്ണാക്കുട്ടനെ പോലെയാ. ഇരിക്കണ കുമ്പത്തല്ല കിടക്കുക. ഇതൊരു കുട്ടിക്കളിയാണെന്നാ നിങ്ങളുടെയൊക്കെ വിചാരം. അവൻ വരണം, ആലോചിക്കണം. എനിക്കിനി ഇവിടെ ഒന്നേ ഉള്ളൂ. ഒന്നിനെ ദൈവം കൊണ്ടുപോയി. ഇത് ആഘോഷമായിട്ട് നടത്തണം. അവൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ഏട്ടൻ ഇപ്പൊ തന്നെ വിളിച്ചു ചോദിക്കാലോ. ആരെ? ബാലനെ. ബാലൻ ബാലൻ ബാലന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. ഞാൻ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ കാശ് മുടക്കി പഠിപ്പിച്ച് ഉദ്യോഗവും വാങ്ങിക്കൊടുത്ത് ഒരു തന്നെ നല്ല നിലയിലാക്കിയപ്പോ അവൻ നിങ്ങൾക്ക് കന്നുകൂട്ടി നടക്കുന്ന ബാലൻ എനിക്കും കണ്ണു പോയി. എനിക്കാരും വേണ്ട. ഏട്ടൻ അങ്ങനെ പറയരുത്. കൊച്ചമ്മണി ഒരാൾക്ക് ഏൽപ്പിച്ച് കണ്ണടക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കേശു ആരാന്നാ നിങ്ങളുടെ വിചാരം? എന്റെ മകനാ, തെക്കേപ്പാട്ടെ കുഞ്ഞികൃഷ്ണമേന്റെ മകൻ. ഞാൻ സമ്പാദിച്ചതൊക്കെ നോക്കി നടത്തേണ്ട ആള്. കൊച്ചമ്മണിക്ക് എന്തുണ്ട് നീ പറ. അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ആദ്യം എന്റെ മകളുടെ വിവാഹം നടക്കണം. നിങ്ങളുടെ ബാലിനെ കൊണ്ടല്ല, അനിയനെ കൊണ്ട്. എന്തായി പറയണേ? പെണ്ണ് കേൾക്കണ്ട. നിങ്ങൾക്ക് എന്തിലും ലാഭം വേണം, ഞാൻ നഷ്ടപ്പെടുന്നു. ലാഭവും നഷ്ടവും നോക്കാൻ ഇത് കച്ചവടമല്ലല്ലോ ഏട്ടാ. എനിക്ക് കേൾക്കണ്ട. കേശുവിന്റെ കാര്യം പിന്നീടാവാം. അനിയനും ഭാഗ്യയും തമ്മിലുള്ള വിവാഹം നടക്കട്ടെ ആദ്യം.